വയനാട്ടിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. വയനാട് ചുരത്തിലെ നിയന്ത്രണവും ഒഴിവാക്കി. പാൽച്ചുരത്തിലും വാഹനങ്ങൾ ഓടുന്നുണ്ട്. ജില്ലയിൽ 3 താലൂക്കുകളിലായി 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, വയനാട്ടിലെ സാഹചര്യങ്ങൾ കിളവുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴ നീങ്ങിയതോടുകൂടി വെള്ളം ഇറങ്ങി തുടങ്ങുന്നു. ഇന്ന് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ടോ? മാധവും മഴ മുന്നറിയിപ്പുണ്ട്. പക്ഷേ രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒറ്റപ്പെട്ട ചില മഴ പെയ്തു എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും നേരത്തെ തന്നെ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മണിയങ്കോട് കോക്കുഴി റോഡിലാണ്. ഇവിടെ ഏതാണ്ട് അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ. പക്ഷേ ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ കഴിയുന്ന നിലയിലേക്കാണ് ഇപ്പോൾ വെള്ളം ഇറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം, പല വീടുകളിലേക്കും വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ അവിടെയുള്ള ആളുകൾക്കൊന്നും അവിടെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു വീടുകളിലേക്കൊക്കെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അവിടെയുള്ള ആളുകൾ. അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ വീട്ടിൽ താമസിക്കുന്ന ലില്ലി എന്ന് പറയുന്ന ഒരു വനിത നമുക്കൊപ്പം ചേരുകയാണ്. വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ലേ? അവിടെ കിടക്കാൻ പറ്റിയ വെള്ളം അടിയിൽ പുഴയാണ്. ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിടക്കാൻ എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ്. അവിടെ കിടക്കാണ്ട് ഒത്തിരി വർഷമായി. അതുകൊണ്ട് രാത്രിയാകുമ്പോൾ വെള്ളം കയറുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ വന്നിരിക്കും. ഇന്നലെ രാത്രി ഇവിടെ കിടന്നു? വീട്ടിൽ കിടന്നു. ഇവിടെ ക്യാമ്പ് തുറന്നില്ലായിരുന്നോ? ക്യാമ്പ് തുറന്നപ്പോൾ ഭർത്താവിന് കാല് വീണ്ട് നടക്കാൻ വയ്യ, സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയില്ല. അതാണ്. അതുകൊണ്ട് സമീപത്തെ വീട്ടിൽ കിടന്നു. ഇന്നലെ ഇപ്പം കിടക്കാൻ കഴിയില്ലല്ലോ. എന്ന് കിടക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളം ഇറങ്ങാണെങ്കിൽ അങ്ങോട്ട് പോകാന്ന് വെച്ചിരിക്കുകയാണ്. അവിടെ വീട്ടിൽ ഒന്നും എടുക്കാണ്ടാണ് ഇന്നലെ അങ്ങോട്ട് പോകുന്നത്. വീട്ടിലേക്ക് പോകാൻ പോലും കഴിയില്ല. അത് ആ വഴിയൊക്കെ കണ്ടോ, വെള്ളം കണ്ടോ? തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് നോക്കിയാൽ കാണാം, പകുതിയോളം ഉയരത്തിൽ വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ വീട്ടിലേക്ക് തന്നെ പോകാൻ കഴിയാത്തത് കൊണ്ട് സമീപത്തെ വീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്നാണ് ലില്ലി പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മഴ കുറവുണ്ട്. മഴ ആശ്വാസകരമായ നിലയിൽ തന്നെയാണ്. വെള്ളം കുറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ വയനാട് ചുരത്തിൽ നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണം എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഭാരവാഹനങ്ങളടക്കം അതിലൂടെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ പാൽച്ചുരത്തിലും ഇന്നലെ ആ രീതിയിൽ തന്നെ രാത്രികാല നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോട് കൂടി തന്നെ വാഹനങ്ങൾ കടത്തിവിടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ആശ്വാസകരമാണ് കാര്യങ്ങൾ. മഴ മാറി നിൽക്കുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ഭാഗത്ത് വരുന്ന അറിയിപ്പ്. അതോടൊപ്പം തന്നെ 169 കുടുംബങ്ങളിലുള്ള ആളുകളെ 15 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 450-ലേറെ ആളുകളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. ഇനിയും ആളുകൾ വരികയാണെങ്കിൽ അവരെ മാറ്റാനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും കൃത്യമായി ഇടപെട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെയൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. മഴ മാറി നിൽക്കുന്നെങ്കിൽ പോലും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിലെയും അധികൃതരുടെയും ഭാഗത്തൊക്കെ വരികയും ചെയ്തത്. മാധു, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് 15 ക്യാമ്പുകളാണുള്ളത്. ഏതാണ്ട് 500ഓളം ആളുകളാണ് ക്യാമ്പുകളിൽ തുടരുന്നത്. എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.